Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ടെക് ന്യൂസ് ആണ്. കുറച്ചധികം പുതിയ ടെക്നോളജി വാർത്തകളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് ഫ്ലിപ്കാർട്ടിൽ പഴയ ഫോണുകൾ വിൽക്കാനുള്ള ഒരു സംവിധാനം വരികയാണ്. നമുക്കിനി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കൽ മാത്രമല്ല, അങ്ങോട്ട് നമ്മുടെ പഴയ ഫോണൊക്കെ വേണമെങ്കിൽ വിൽക്കുകയും ചെയ്യാം എന്ന സാരം. നിങ്ങളുടെ ഫോണിൽ ഫ്ലിപ്കാർട്ട് ആപ്ലിക്കേഷൻ തുറക്കുക, അതിന് താഴെ മെനു ബാർ ഉണ്ടാവും. ആ താഴെയുള്ള മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സെൽ ബാക്ക് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ പേജിലേക്ക് വരാം. അവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ജസ്റ്റ് ഈ ഒരു സംഭവം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും. പിന്നീട് അതിൻ്റെ എമൗണ്ടിനനുസൃതമായ ഫ്ലിപ്കാർട്ട് കൂപ്പണാണ് കിട്ടുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും സെൽ ബാക്ക് എന്ന് പറയുന്ന ഒരു പരിപാടി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എത്രത്തോളം വർത്തായിരിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. എനിക്ക് തോന്നുന്നില്ല അത്രയും വലിയൊരു വർത്തായ സെറ്റപ്പ് ആയിരിക്കുമെന്ന്. നമുക്ക് OLS-ലിട്ട് നമ്മുടെ രീതിക്ക് വില പേശി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അടുത്തൊരു കാര്യം, പിക്സൽ 7 ലോഞ്ച് ചെയ്യാൻ പോവല്ല, അതിൻ്റെ ലീക്കുകൾ വന്നു തുടങ്ങി. ടെൻസർ ചിപ്പിൻ്റെ സെക്കൻഡ് ജനറേഷനൊക്കെ വെച്ചുകൊണ്ട് അടിപൊളി സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. അതെന്തായാലും അങ്ങനെ ആയിരിക്കുമല്ലോ. അടുത്ത ജനറേഷൻ വരുമ്പോൾ അടുത്ത പ്രൊസസ്സർ വെക്കും, അത് നോർമലാണ്. അതേപോലെ പിക്സൽ ഫോൾഡ് ഫോണുകളുടെ ഒപ്പമായിരിക്കും ഇത് ലോഞ്ച് ചെയ്യപ്പെടുക എന്നുള്ളതും ഒരു പുതിയ വാർത്തയാണ്. അടുത്തത് നാർസോ 50യുടെ ഒരു വാർത്തയാണ്. നാർസോ 50 24-ാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട്. നാർസോ 50, റിയൽമി നാർസോ 50 വലിയ ഗമ്മുള്ള ഫോണാണെന്നൊന്നും കേൾക്കുന്നില്ല. ഒരു ആവറേജ് നോർമൽ ഫോണാണ്, നോർമൽ റിയൽമി ഫോൺ. എന്തായാലും വരുന്നുണ്ട്, നമുക്ക് നോക്കാം. നാർസോ 50 24-ാം തീയതിയാണ് ലോഞ്ച്. ആമസോണിലാണെന്ന് തോന്നുന്നു. ഇനി അടുത്തൊരു വാർത്ത, iQOO 9 സീരീസ്. ഏറ്റവും അധികം കാത്തിരുന്ന ഒരു സീരീസാണ് iQOO 9 സീരീസ്. 23-ാം തീയതിയാണ് ഇതിൻ്റെ ലോഞ്ച് വെച്ചിരിക്കുന്നത്. പ്രോ വേരിയൻ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഐറ്റമാണ്. ഡിസ്പ്ലേ ആണെങ്കിലും ശരി, ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിലും 120 വാട്ടൊക്കെയാണ്. 8 Gen 1 പ്രൊസസ്സർ, കിഡിലൻ സംഭവമാണ്. യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ വരും ദിവസങ്ങളിൽ വീഡിയോ ചെയ്യും. 23-ാം തീയതി ലോഞ്ച്, അപ്പോൾ അന്ന് തന്നെയായിരിക്കും മിക്കവാറും ഇതിൻ്റെ വീഡിയോ ഞാൻ ലൈവ് ചെയ്യാൻ പോകുന്നത്. കണ്ടു നോക്കുക. കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഐറ്റമാണ്. ഇനി അടുത്തൊരു വാർത്ത, സാംസങ്ങിൻ്റെ ഗാലക്സി Z Fold 4 നെക്സ്റ്റ് ജനറേഷൻ, ഫോൾഡിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോൾ അതിൽ പെന്ന് കൂടി ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. സോ കുറേ കൂടി നല്ല ഒരു സെറ്റപ്പ് ആയിരിക്കും. ആ ഒരു വലിയ ടാബിൻ്റെ ഒപ്പം പെന്ന് കൂടി കിട്ടുകയാണെങ്കിൽ നൈസായിട്ട് നമുക്ക് എഴുതാമല്ലോ, അടിപൊളിയാണ്. അപ്പോൾ ആ ഒരു പെന്നടക്കമായിരിക്കും ഫോൾഡ് 4 വരാൻ പോകുന്നത്. ഇനി അടുത്തൊരു കാര്യം, നത്തിങ് ഇയർ ബഡുകൾ നിങ്ങൾക്കറിയാമായിരിക്കും. അത് ഓൾറെഡി നല്ല ക്വാളിറ്റി, ആ ട്രാൻസ്പെറൻറ്റ് ടൈപ്പൊക്കെ ഇറങ്ങിയത് എല്ലാവരും അറിഞ്ഞു കാണും. നല്ല ക്വാളിറ്റി ആണെന്നും എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ ഒരു ഐറ്റമാണ്. ഇവരുടെ ഫോൺ വരുന്നുണ്ട് നത്തിങ്ങിൻ്റെ. നന്നായിരിക്കും തന്നെ എക്സ്പെക്ട് ചെയ്യാം അല്ലേ? വരട്ടെ, വന്നിട്ട് നോക്കാം. ഇനി അടുത്തൊരു കാര്യം, ഗൂഗിൾ ഒരു നല്ല കാര്യം ചെയ്യാൻ പോവാണ്. ആഡ് ട്രാക്കിംഗ്. അതായത് നമ്മുടെ ഫോണിൽ നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് ഒക്കെ ട്രാക്ക് ചെയ്തുകൊണ്ട് പരസ്യങ്ങൾ ഇടുന്ന ആ പരിപാടി കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. യൂസർ ഡാറ്റയൊന്നും പുറത്തേക്ക് ഇനി കൊടുക്കുന്നത് കുറയ്ക്കുമെന്ന്, ലിമിറ്റ് ചെയ്യുമെന്നാണ്. കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുമെന്നല്ല, അത് നല്ലതുമാണല്ലോ ഒരു തരത്തിൽ. ഇതെന്തായാലും കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും അധികം നമ്മുടെ അക്കൗണ്ട് ട്രാക്ക് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ ഗൂഗിൾ തന്നെയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും അവരത് കുറയ്ക്കാനുള്ള പദ്ധതി ഇട്ടിട്ടുണ്ട്. 1-2 വർഷത്തിനുള്ളിൽ പ്രാക്ടിക്കൽ ആവുമെന്ന് വിചാരിക്കാം. ഒട്ടനടി ഒന്നും നിർത്താൻ പോകുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു തീരുമാനം ഗൂഗിൾ കൈക്കൊണ്ടിട്ടുണ്ട്. നല്ലൊരു കാര്യം. ഇനി അടുത്തൊരു ഫോൺ, പോക്കോ X3 പ്രോയുടെ അപ്ഡേഷൻ. X3 Pro നമുക്കറിയാം, സ്നാപ്ഡ്രാഗൺ 860 ഒക്കെ ആയിട്ട് 20,000 താഴെ മികച്ച ഗെയിമിംഗ് ഫോണാണ്. അതിൻ്റെ അപ്ഡേഷൻ വരാൻ പോവാണ്. പോക്കോ X4 Pro 5G. കിടിലൻ ഗെയിമിംഗ് ഫോണിൻ്റെ ലുക്കിലൊക്കെയാണ്. ബട്ട് ഒരു ചെറിയ പ്രശ്നം വേറൊന്നുമല്ല, പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 695 ആയിരിക്കും. അതായത് 860ൻ്റെ പകുതി പെർഫോമൻസ്, പകുതിന്ന് കുറച്ച് കൂടുതലുണ്ടായിരിക്കും. ഒരു 60% പെർഫോമൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. 860ൻ്റെ അത്രയും പോലും ഉണ്ടാവില്ല. അതായത് പോക്കോ X3 പ്രോയുടെ അപ്ഡേഷൻ എന്ന പേരിലാണ് വരുന്നെങ്കിലും ആക്ച്വലി അതിനേക്കാൾ എത്രയോ ഡൗൺ ഗ്രേഡഡ് ആണ് ഈ ഫോൺ. അപ്പോൾ X3 പ്രോയുടെ അടുത്ത ജനറേഷൻ വന്നിട്ട് ഒരു അടിപൊളി ഗെയിമിംഗ് ഫോൺ എടുക്കണമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ ചിന്ത വിട്ടേക്കൂ. X3 Pro തന്നെയാണ് ബെറ്റർ ആയിരിക്കുക. എന്തായാലും ഡിസൈൻ വൈസ് ഒക്കെ കൊള്ളാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, സ്നാപ്ഡ്രാഗൺ 695 860 വെച്ചിട്ടുള്ള X3 പ്രോയുടെ അപ്ഡേഷനാണ്, നെക്സ്റ്റ് ജനറേഷൻ. നന്നായി. ഇനി അടുത്തൊരു ന്യൂസ്, iPhone 14 വരുമ്പോൾ 8 GB റാം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. 6 GB 4 GB വെച്ചാൽ തന്നെ അത് പൊളിയാണ്, അടിപൊളി പെർഫോമൻസ് ആണ്, ഒരു ലാഗും ഇല്ല. ഇപ്പോൾ 8 GB വേറെ കൊടുക്കാൻ പോകണോ? സോ വേറെ ലെവൽ പെർഫോമൻസ് ആയിരിക്കും iPhone 14 തരാൻ പോകുന്നത്. ഇനി അടുത്തൊരു കാര്യം, മോട്ടറോളയുടെ ഒരു ഫ്രണ്ടയർ എന്ന മറ്റു പേരായിട്ടൊരു ഫോൺ വരാൻ പോകുന്നുണ്ട്. 194 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് അത്ര ഇതിലുണ്ടാവുക. മെഗാ പിക്സൽ കുറേ ഉണ്ടാവുന്നതൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. ബട്ട് ക്വാളിറ്റി അതുകൂടി നന്നായിരുന്നാൽ ഓക്കെയാണ്. മെഗാ പിക്സൽ മാത്രം നോക്കിക്കൊണ്ട് ഫോൺ എടുക്കുന്ന ആ ഒരു രീതിയൊക്കെ പതുക്കെ ആൾക്കാർ മാറ്റി തുടങ്ങിയെന്ന് തോന്നുന്നു. എന്തായാലും 194 മെഗാ പിക്സൽ എന്ന് പറയുന്നത് ശരി കൂടുതലാണ്. പക്ഷേ അതിനോടൊരു ക്വാളിറ്റി കൂടി അവർ തരുകയാണെങ്കിൽ അത് പൊളിക്കും. വിവോ T1 ഓൾറെഡി ഒരു മികച്ച ഫോണാണ്. വിവോയുടെ 20,000 താഴെ ഏറ്റവും നല്ല പെർഫോമൻസ് തരുന്നൊരു ഫോണാണ്. ഓൺലൈൻ ഫോണാണ്. ഓൺലൈൻ ഫോണിൽ ഏത് റെഡ്മി റിയൽമി ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാലും അടിപൊളിയാണ് ഈ വിവോ T1 എന്ന് പറയുന്ന ഫോൺ. 5G ഫോണാണ്. ഇതിലും സ്നാപ്ഡ്രാഗൺ 695 ആണ്. അതായത് നമ്മുടെ പോക്കോ S4 Pro എന്ന ഫോണിൽ വരുമെന്ന് ഞാൻ പറഞ്ഞ ആ പ്രോസസ്സറാണ് അതിനകത്ത് ഇരിക്കുന്നത്. ഓൾറെഡി വിവോ T1 വന്നു കഴിഞ്ഞു ആ പ്രോസസ്സർ വെച്ചിട്ട്. അതിൻ്റെ അടുത്ത അപ്ഡേഷൻ ഒരെണ്ണം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്ഡേഷൻ അല്ല, ഇതിൻ്റെ നെക്സ്റ്റ് വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വിവോ T1 Pro 5G.
ഇത് ഇതിനേക്കാൾ കൂടുതൽ പെർഫോമൻസും കാര്യങ്ങളും തരുന്ന നല്ല വാല്യൂ ഫോർ മണി ആയ ഒരു കിഡിലൻ ഫോണാണെന്ന രീതിയിലുള്ള വാർത്തകൾ കേൾക്കുന്നു. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. വിവോ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ വരുന്നുണ്ടെന്നാണ് ലീക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തൊരു വാർത്ത, മാർച്ചിൽ റെഡ്മി നോട്ട് 11 പ്രോ, അതായത് ആക്ച്വൽ റെഡ്മിയുടെ ഹീറോ, അത് നോട്ട് 11 പ്രോ തന്നെയാണ്. പ്രോയും പ്രോ പ്ലസും ഒക്കെ അടുത്ത മാസം ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. കിടിലൻ സെറ്റപ്പ് ആയിരിക്കും എന്നാണ് പറയുന്നത്. റിയൽമി 9 പ്രോ എന്ന ഫോണിന് കംപ്ലീറ്റ് ആയിട്ട് ബീറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കും ഈ ഫോൺ വരിക എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു. നോക്കാം, എന്തായാലും അടുത്ത മാസം ആദ്യം അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയ്ക്കുള്ളിലായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ലോഞ്ച് പ്രതീക്ഷിക്കാം. ഓപ്പോയുടെ 1-2 ലോഞ്ചുകളും, ഓപ്പോയുടെ എൻഗോ X2, അതേപോലെ വാച്ച് 2, അതേപോലെ തന്നെ ഓപ്പോ പാഡ് തുടങ്ങിയ സംഭവങ്ങളെല്ലാം കൂടെ ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഓപ്പോ പാഡ് അടക്കമാണ് ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ കേൾക്കുന്നുണ്ട് OnePlusൻ്റെ ഒരു പാഡും കൂടി വരുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്തായാലും കുറേയധികം ചൈന ലോഞ്ചുകൾ നടക്കുന്നുണ്ട്. പിന്നെ ഓപ്പോ വരും ദിവസങ്ങളിൽ ഗംഭീരമായ ലോഞ്ചുകൾ നടത്തണമെന്നാണ് പറയുന്നത്. വളരെ വ്യത്യസ്തമായ ടെക്നോളജികളൊക്കെ അവതരിപ്പിക്കാൻ പോവുകയാണെന്നാണ് പറയപ്പെടുന്നത്. നോക്കാം, ഓപ്പോ എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ട്. ബട്ട് പ്രൈസ് ഇവരെപ്പോഴും ഓഫ്ലൈനിലായതുകൊണ്ട് തന്നെ ഇവരുടെ പ്രൈസ് എപ്പോഴും കൂടി നിൽക്കും. അത് ജനങ്ങൾക്ക് അത്ര പിടിക്കുന്നില്ല. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. എന്തായാലും ഇത്രയൊക്കെ കാണുന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് ടെക് ന്യൂസുകൾ. കൂടുതൽ ടെക്നോളജി വാർത്തകളും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.